അടുത്ത നമ്മൾ 1/4 root of 3 raised to n minus 4 എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം? 1/4 root of 3 raised to n minus 4 ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, നൗ സിംപ്ലിഫൈ ചെയ്യുന്ന ഞാൻ പുതിയൊരു പേജിലോട്ട്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഓക്കെ, എൻ്റെ ഡിനോമിനേറ്ററിനെ ഞാൻ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യാണ്. അതിന് പകരം ഈ ഒരു എക്സ്പെൻഷൻ ഞാൻ എന്തെന്ന് എഴുതി? 1/3 raised to ഓക്കെ 4th root of 3 raised to n minus 4 എന്ന് എഴുതി. അതിനൊരു എത്ര എഴുതി? 1/4 root of 3 raised to n raised to minus 4 എന്ന് എഴുതി. ഒരു എക്സ്പൊണന്റ് raised to minus 4 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലോട്ട് പോകും. 1/a raised to minus x എന്ന് പറഞ്ഞാൽ എത്രയാണ്? a raised to x ആണ്. സോ അതുകൊണ്ടാണ് 4th root of 3 raised to 4/4th root of 3 raised to n എന്നുള്ള ഈ ഒരു ടേം raised to 4 by raised to n എന്നുള്ളൊരു ടേം അവിടെ ഉണ്ടായിരിക്കുന്നത്. 4th root of 3 raised to 4 ന് വരെ നമുക്ക് എന്ത് എഴുതാം? 3 എന്ന് എഴുതാം. ഓക്കെ, ഇത് 4th root of 3 raised to n എന്നുള്ള രീതിയിലും വരും. അടുത്ത n minus 4 വരാം. എത്ര എഴുതാം? n factorial by n minus r factorial ടൈംസ് എത്രയെന്ന് എഴുതാം? NCR-നെയാണ്. ഓക്കെ, n factorial n minus r factorial n minus 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 factorial കിട്ടും. എങ്ങനെയാണ് ഈ 4 factorial കിട്ടുന്നത്? n minus 4 ഇവഞ്ച്വലി നമുക്ക് എത്ര കിട്ടും? r factorial. എന്തുകൊണ്ടാണ്? NCR എത്രയാണ്? n factorial r factorial n minus r factorial എന്ന രീതിയിലാണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത്ത് ടൈം ഫ്രം n ബൈ ഫിഫ്ത്ത് ടൈം ഫ്രം ബിഗിനിങ് ബൈ ഫിഫ്ത്ത് ടൈം ഫ്രം എൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? √6:1. ഓക്കെ, സോ n factorial by 6 times 4 factorial time n minus r factorial time √2 raised to n divided by 6n by n minus 4 factorial time 4 factorial by 1/4th root of 3 raised to n √6:1 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം ബൈ സെക്കൻഡ് ടേം ആണ് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിന്റെ റെസിപ്രോക്കൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ റേഷ്യോ തന്നെ ഏതിനെ ക്യാൻസൽ ചെയ്ത് കളയാം? n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കളയാം. n minus r ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കളയാം. 4 ഫാക്ടോറിയലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 4th root of 2 raised to n by 6ഉം 6 4th root of n raised to n ആണ്. ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് 4th root of 2ഉം ഇത് 4th root of 3 ആണ്. ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ 4th root of 6 raised to n എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 36 raised to √6 എന്ന് എഴുതാം. ഓക്കെ, അതിന് 6 raised to 5/2 എന്ന് എഴുതാം. ഇത് 6 raised to n/4 എന്ന് എഴുതാം. രണ്ടും കൂടെ കിട്ടിയത് n/4 = 5/2. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്രയുടെ വാല്യൂ കിട്ടും? n-ന്റെ വാല്യൂ എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.